ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ ഹസ്ബൻഡിന് ഒന്ന് ലീവ് കൊടുത്തു. ഇന്ന് നമ്മളെ ബ്രദറാണ് നമ്മളെ കൂടെ വരുന്നത്. ഇപ്പോൾ ഇവനെ കാണൽ നിങ്ങൾ വളരെ കുറവായിരിക്കും, കാരണം ഓൺ ഡ്യൂട്ടിക്ക് കയറിയിരിക്കണ്. അതുകൊണ്ട് എൻ്റെ കൂടെ അങ്ങനെ ഇപ്പോൾ വല്ലാതെ വരലില്ല. ഞായറാഴ്ചകളിൽ വിളിച്ചാൽ തന്നെ ഒരു ദിവസം ലീവ്, നിന്നെ വെറുതെ വിടുമെന്ന് പറയലാണ്. അപ്പോൾ ഇന്ന് ഞാൻ പിടിച്ചലിച്ച് കൊണ്ടുവന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് തൈകൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആദ്യം ഫസ്റ്റ് പോണത് താത്താൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഓല് കുറച്ച് തൈകൾ ഇപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കണേ. അപ്പോൾ നല്ല തൈകളാണ്. അപ്പോൾ ഓല് നട്ടിട്ട് ഓൽക്ക് കായ്ച്ചൊന്നും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഓലത് സെയിൽ ചെയ്യുള്ളൂ. പിന്നെ എത്ര വർഷം കൊണ്ട് കായ്ച്ചെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഓല് സെയിൽ ചെയ്യുക. അപ്പോൾ അതൊരു നല്ലൊരു ഒപ്പീനിയനായി എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് തന്നെ പോയിട്ടോ. പിന്നെ നല്ല തൈകളാണ്, അങ്ങനെ ഉണങ്ങുന്ന ടൈപ്പൊന്നുമല്ല. ചിലത് പെട്ടെന്ന് ചില ആൾക്കാർ പറ്റിക്കപ്പെടുമല്ലോ, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഓരോന്തോ തുടിയമ്മല അങ്ങനെ എന്തോണ്, തുടിയമ്മല നഴ്സറി, അവിടേക്ക് നമ്മൾ പോണത്. ഒരു കാടേരിയ കുന്നേരിയാണ്. പോണ വഴിക്ക് ചെറിയൊരു എന്താ പറയുക, അരുവിയോ കാക്കത്തോടോ എന്തോ പറയും, എന്താ പറയുന്നത് എനിക്കല്ല. ഞാൻ കുറേ കാലത്തിന് ശേഷം കാണുന്നുണ്ട് ഇജാതിക്കത്തൊക്കെ. അപ്പം നമ്മൾ നേരെ വിട്ട് നഴ്സറിക്ക്. നമ്മൾ കുറച്ച് തൈകളെ നമ്മൾ വാങ്ങണുള്ളൂ, അധികം ഒന്നും വാങ്ങണില്ല. അപ്പോൾ ഇതൊക്കെ ഓലതാണ്. ഈ പറമ്പ് ഫുള്ള് ഓലതാണ് കേട്ടോ. ഇവിടെ കുറേ പല തൈകളുണ്ട്. കവുങ്ങ്, തെങ്ങ്, അങ്ങനെ പലതും. ചെടികളൊന്നും ഇവിടെ അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു ചെടികൾ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചെടികളില്ല എന്നാട്ടോ പറഞ്ഞത്. പല റബ്ബർ തൈ അങ്ങനത്തെ കുറേ തൈകളുണ്ട്. ഭയങ്കര ഉള്ളോട്ടാണ്, ഒറ്റപ്പെട്ട വീടുകളില്ല ഏരിയ ഉണ്ടല്ലോ. ക്രിസ്ത്യൻസാണ് സ്വാഭാവികമായിട്ടും ആ കുന്നേരിയയിൽ ഒറ്റക്കാവും താമസിക്കുക. പൊതുവേ ഞാൻ കണ്ടതിൽ ക്രിസ്ത്യൻസൊക്കെ ഇങ്ങനെ താമസിക്കണതാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി വെതർ. ഇവിടെ ഒന്നും അധികം ചൂടില്ല, കാരണം വീടുകൾ വളരെ കുറവാണ്. ഇതൊരു കുന്നിൻ ചെരിവാണ്. അവിടെയാണ് ഈ നഴ്സറി. രണ്ട് സൈഡിലും ഓല് നട്ട് പരീക്ഷിച്ച ചെടികൾ ഇഷ്ടംപോലെ കാണാണ്ട്, കായ്ച്ചത് കാണാണ്ട്. ഞങ്ങൾക്കും കാണിച്ചു തരാം. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നട്ട് പാഷൻ ഫ്രൂട്ട് ഇപ്പോൾ ഇഷ്ടം പോലെ കായ്ച്ചെടുക്കുകയാണ്. പിന്നെ ഇവിടെ നല്ല നാടൻ തേൻ അവൈലബിൾ ആണ്. ഇത് റംബുട്ടാൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ പല കമ്പനികളുണ്ട്. അപ്പോൾ എനിക്ക് N80 ആണ് നല്ലതെന്ന് പറഞ്ഞു അളിയാക്ക. അപ്പോൾ നമ്മൾ N80ൻ്റെ തൈ എടുത്തത്. വലിയ അധിക റേറ്റൊന്നുമില്ല, അത്ര 390 അങ്ങനെയൊക്കെ ഉള്ളൂ. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് വിലപേശലില്ല, ഫിക്സഡ് റേറ്റ് ആണെന്ന്. അല്ല, സ്വാഭാവികമാണ്, അങ്ങനെ എഴുതി വെക്കണം, കാരണം ആൾക്കാർ വില പേശും, സ്വാഭാവികമാണ്. ഇവിടെ കൈപ്പങ്ങാത്തോട്ടം, അങ്ങനെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിൻ്റെ ഇവിടെ ഞങ്ങൾ കുറേ നോക്കുന്നത്, പക്ഷെ പഴുത്തത് നമ്മൾ കണ്ടില്ല. കൊടുമ്പുളി, ചതുരപ്പുളി, അങ്ങനത്തെ പല വേർഷൻ, പല ടൈപ്സ് ഉണ്ട് കേട്ടോ. നമുക്കിതിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല, കാരണം ഒപ്പം കൊണ്ടുവന്നിക്കണ ആർക്കും അത്ര ഐഡിയ ഇല്ല. ഞങ്ങൾ ഉണ്ടാവളല്ലേ പോയിക്കണത്, ഞങ്ങൾക്ക് വലിയൊരു അറിവില്ല. അപ്പോൾ ഞങ്ങൾ താത്താക്കളെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടാണ് നമ്മളിതൊക്കെ വാങ്ങണത്. അതിന് പാഷൻ ഫ്രൂട്ട് നിറച്ച് തുരുതുരോനെ കായ്ച്ചിക്കണ്. എനിക്കായാലും മക്കൾക്കായാലും ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം കേട്ടോ, പാഷൻ ഫ്രൂട്ട്. ഞങ്ങളതിൻ്റെ ആൾക്കാരാണ്. അത് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു പടർത്തിക്കണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ റംബുട്ടാൻ്റെ ഒരു തൈ എടുത്തു. പിന്നെ പോയത് നമ്മൾ ചക്കക്കാണ്. ചക്ക ഏതോ ഒരു കമ്പനി പറഞ്ഞെന്നോ ഏതാന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ നമ്മൾ സിന്ദൂരവരിക്കാണ് എടുത്തത്. അപ്പോൾ അതും എടുത്തു. അതിനും തന്നെ അത് ഓല് ബെൽഡ് ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് 200 ആണ് ഒറിജിനൽ റേറ്റ്. നമുക്ക് 125 രൂപക്ക് അങ്ങോട്ട് തന്നിട്ടുണ്ട്. ഓലങ്ങനെ ബെൽഡ് ചെയ്തിട്ട് ഓലിനെ ബെൽഡ് ചെയ്യണമുണ്ട്, പിന്നെ പുറത്തുനിന്ന് കമ്പനികൾ അങ്ങനെ ഇറക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു സ്വീറ്റ് അമ്പാഴങ്ങയും പിന്നെ വേറെ ഏതൊരു തൈയും കൂടിയാണ് നമ്മളെടുത്തത്. മാംഗോസ്റ്റിൻ്റെ തൈ എടുത്തത്. ഈ രണ്ട് ഫ്രൂട്ടും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, റംബുട്ടാനും മാംഗോസ്റ്റിയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതന്നെ വാങ്ങാൻ വിചാരിച്ചു ഞങ്ങൾ, കാരണം അതിന് അത്യാവശ്യം നല്ല റേറ്റാണല്ലോ. എന്തൊരു കിലോന് 200 രൂപ 300 രൂപ അങ്ങാണ്ട് കൊടുത്താണ് ഞങ്ങൾ വാങ്ങുന്നതും. അതിൻ്റെ ഏരിയയിൽ തന്നെ അത്ര റേറ്റ് ഉണ്ട്. ഇനി തൈകൾ കണ്ടിട്ട് ഇഷ്ടംപോലെ വാങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളെ മുറ്റം കട്ട വച്ചിട്ട് നമുക്ക് നടാൻ സ്പേസ് ഇല്ല. 3 തൈകളെ മാക്സിമം പോവുള്ളൂ. പിന്നെ സ്വീറ്റ് അമ്പായങ്ങ ഡ്രമ്മിൽ നടാലോ വിചാരിച്ച് വാങ്ങിച്ചതാണ്, പക്ഷേ അത് നമ്മളെ മുറ്റത്ത് തന്നെ നട്ടിട്ടുണ്ട്. ഈ ചെടി നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻട്രൻസ് ഭാഗത്തൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായി കാലം. പക്ഷെ അത് സെയിൽ ചെയ്യല്ലതല്ല, അത് അമ്മൻ്റെ കൊതിക്ക് വേണ്ടി വെച്ചതാണെന്ന് പറഞ്ഞു.
പിന്നെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാനത് വാങ്ങും. എനിക്കിവിടെ കണ്ടിട്ട് എനിക്ക് എല്ലാ തൈകളും വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രമേ നടക്കൂല എന്ന് എനിക്കറിയാം. പോസിബിളായ കാര്യം ഇപ്പോൾ കുറച്ചൊക്കെ വാങ്ങി, ഇനി കുറച്ച് ക്രമേണ കുറച്ച് തൊടുമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇനി തൈകൾ വാങ്ങി നടണം എന്നാണ് ആഗ്രഹം. നമ്മൾ ക്യാഷൊക്കെ കൊടുത്തു വലിയ, ഞാൻ വിചാരിച്ചൊരു 3000-4000 റുപ്യൊക്കെ ആവുമെന്ന് വിചാരിച്ചു. നമ്മൾ വിചാരിച്ച റേറ്റൊന്നും ആയില്ല. എന്തോ 1300 അത്രയൊക്കെ റേറ്റ് ആയിട്ടുള്ളൂ. പാകത്തെ റേറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര റേറ്റൊന്നുമില്ല, പക്ഷെ ഇല്ലത് ഒരു വില പേശാനും പറ്റില്ല, ഫിക്സഡ് റേറ്റാണ്. ഇത് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പണിക്കാരൻ ഫുള്ള് നമുക്ക് നമ്മളെ കാറിൽ കയറ്റി തന്നു. എത്രയായാലും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടേക്കല്ലേ പോകുള്ളൂ. എനിക്ക് ആ ചെടിമെന്ന്, ആ പർപ്പിൾ കളർ ചെടി എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ എൻ്റെ തൈ കിട്ടാൻ ഒരു മാർഗ്ഗവുമില്ല. തേൻ ഇവിടെ ലഭ്യമാണെന്ന് പറഞ്ഞു, പക്ഷെ തേൻ അപ്പം വാങ്ങണം വിചാരിച്ചിന്. ഞാൻ എന്തോ ഒരു കിക്കിൽ ഞാൻ വാങ്ങാതെ പോന്നു. എന്തായാലും തേൻ വാങ്ങണം. എന്നുവെച്ചാൽ ഈ മക്കൾക്ക് ചുമ വരുമ്പോഴൊക്കെ ഇപ്പോൾ കുറേ ഇതായി പറയുന്നുണ്ടല്ലോ ഡോക്ടേഴ്സൊക്കെ, ഇങ്ങനെ കുട്ടികൾക്ക് ചുമൻ്റെ മരുന്ന് കൊടുക്കാൻ പാടില്ല, ഭയങ്കര ഡേഞ്ചറാണ് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ചുമക്ക് തേനും നാരങ്ങയും മിക്സ് ചെയ്ത് കൊടുക്കുന്ന നല്ലൊരു മരുന്നാണ്. പെട്ടെന്ന് ജലദോഷമായാലും കഫക്കെട്ടായാലും ഒക്കെ പെട്ടെന്ന് മാറുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് പോന്നു. പിന്നെ നമ്മൾ താത്താൻ്റെ വീട്ടിലേക്കാണ് പോയത്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് നേരെ എൻ്റെ വീട്ടിൽ പോയി. ഞങ്ങളെ വീട്ടിൽ പോയി അവിടെ തൈയൊക്കെ നട്ട് സെറ്റാക്കി ആ വെള്ളമൊക്കെ നനച്ചെടുത്ത് പോന്നു കേട്ടോ. ഇത് സ്വീറ്റമ്മ ഞാൻ ഇവിടെ നടാൻ കരുതിയിട്ടില്ല. ഞാൻ വന്നപ്പോൾ തന്നെ ഓലോടെ നടലേ ഞങ്ങൾ ഞാൻ അവിടെ നിന്നോട്ടെ.